വസുധ സെപ്റ്റംബർ 9 മുതൽ തിങ്കൾ മുതൽ വ്യാഴം വരെ രാത്രി 8 മണിക്ക് നമ്മുടെ കൗമുദി ടിവിയിൽ. One, two, three, start. കൊച്ചുകളെ, നിങ്ങൾക്ക് പള്ളിക്കൂടത്തിലൊന്നും പോണ്ടേ? സൺഡേ മൺഡേ എല്ലാം കൊള്ളാം. ദാണ്ട ഈ മുറ്റത്ത് ഇങ്ങനെ കിടന്ന് ചാടി കളിച്ചാലേ ഇവിടെ മറിഞ്ഞു വീണ കയ്യാകാല വല്ലതും ഓടിയത്തില്ലേ? ദാണ്ട അയ്യത്തങ്ങാണ്ട് പോയി ഒന്ന് കളിക്കുക. പോയി പോവാ. എല്ലാം പുഴു കുത്തി തുടങ്ങി. ഉണങ്ങി വെള്ളം ഒഴിക്കണ്ടേ? അവിടെ എൻ്റെ കൈ എത്തണം. അവിടെ തിരക്കില്ല. എത്രയായി? അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞതേ ഉള്ളു. 40 രൂപയുടെ ഓട്ടേ ഉള്ളു. ഇനി വെച്ചോ. എന്തോന്നും മിണ്ടാതൊക്കെ നിക്കുന്ന ഒരാളോട് മിണ്ടാൻ എന്തോന്നിരിക്കുന്നത്? മിണ്ടാനൊന്നും ഇല്ലേ? അത് ശരി. ലില്ലി മോളെ, ലില്ലി കുട്ടാ, അയ്യോ, ഇതെന്തൊരു മുന്നറിയിപ്പില്ലാതെ? മുന്നറിയിപ്പൊക്കെ നേരത്തെ പറയാൻ ഇവിടെ ജമീന്ദാറൊന്നും ഇല്ലല്ലോ. സുഖല്ലേ കുഞ്ഞമ്മച്ചി? മക്കളെ, നമ്മുടെ പള്ളിയിലെ പെരുന്നാളാണ് അടുത്ത ഞായറാഴ്ച. ഞാൻ അറിഞ്ഞായിരുന്നു. വിളിക്കാനോടാ ഒന്ന് തോരണമല്ല കെട്ടി. എന്റെ കുഞ്ഞുങ്ങളെ വിളിക്കാനായിട്ട് ഞാൻ വന്നതാ. കനക എന്തടി? ഏട്ടനില്ല കുഞ്ഞമ്മച്ചി, കോഴിക്കോട് വരെ പോയിരിക്കുക ഒരു കേസിന്റെ കാര്യത്തിന് വേണ്ടി. മക്കളെന്തേ? അവരിവിടെ അവരെന്തേ? അമ്മേ അവരപ്പുറത്തെങ്ങാനും കളിക്കായിരിക്കും. അവിടെ എവിടെ അവരിവിടെ ഉണ്ട്. വാ കേറ്. വേറെന്താ വിശേഷം കുഞ്ഞമ്മച്ചി? വേറെന്തോ മക്കളെ, നിന്റെ കൂടെ പഠിച്ച ഷീജ ഇല്ലയോ? അവള് ആത്മഹത്യ ചെയ്തടി. ഞാൻ നിനക്ക് വിളിച്ചിട്ട് കിട്ടിയെന്നോ? ഏത് സമയം കൂന്ന് കേട്ടോട്ടിക്ക ഫോൺ എടുക്കണ്ടേ നീയോ? എനിക്കറിയത്തല്ലേ മക്കളെ. അവള് അമ്മായിമായിട്ടുള്ള പ്രശ്നമാന്നാ പറയുന്നേ. ഓരോരുത്തടത്ത് ഇങ്ങനെ കടപ്പുണ്ട്. കുഞ്ഞമ്മച്ചി എപ്പ ഇറങ്ങിയായിരുന്നു വീട്ടിൽ നിന്ന്? മക്കളെ, ഞാൻ രാവിലെ ഇറങ്ങിയത്. തമ്പാനു വന്ന് 1 മണിക്കൂർ നിന്ന് ഒരൊറ്റ ഓട്ടയില്ല. ഒരെണ്ണം വന്നതോട്ട് അടിച്ചടിച്ചടിച്ചടിച്ച് എന്നെ നടു പോയടി. നടു ഒടിഞ്ഞാത്തത് ഭാഗ്യമേ. പട്ടി ഓ, നാട്ടിലെ നായ്ക്കൾ വന്നിരുന്നു നിരങ്ങുന്നു. പോ പട്ടി, വലിഞ്ഞു കയറി വന്നോളൂ. മിക്കാറും പട്ടി കയറി ആ സ്ഥാനത്ത് കടിക്കും. എന്തൊരു ചൊറിയുന്ന വർത്താനോട് ഇവർക്ക്. അല്ല, ഇവിടെ പട്ടി ഉണ്ട് നിറച്ചു. അതാന്ന് പറയാം. അതുവഴി പോയി ഒരു പട്ടി. ചൊറിച്ചലാന്നല്ലേ അങ്ങ്. അവൻ ഭേദം ദാനം തന്നെ എല്ലാം നോക്കിട്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്ന് പറ്റത്തില്ലെന്ന് ഞാൻ എങ്ങനൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലെന്ന് പറഞ്ഞാൽ എന്തോ ചെയ്യാനാ? ഒരു ഭർത്താവിന്റെ തിരക്കുകളും ബുദ്ധിമുട്ടുകളും നല്ല രീതിയിൽ അറിയുന്നവളാണ് ഒരു ഉത്തമയായ ഭാര്യ. നീ അങ്ങനെ ഒരു ഭാര്യയാണെന്നാണ് എൻ്റെ വിചാരം. ആ വിചാരം നീ തെറ്റിക്കാൻ നിൽക്കരുത്. അങ്ങനെ ഒരു ഭാര്യയൊക്കെ തന്നെ ഞാന്. പക്ഷെ എൻ്റെ കൂടെ കൊടങ്ങാവളയ്ക്ക് വരണം. ഞാനൊരു ഐഡിയ പറയാം. പറ. വെഞ്ഞാറുമൂടുന്ന് ഇതുവഴി വരുന്ന ഒരു ബസ്സുണ്ട്, പാപ്പനംകോട് വഴി. ആ ബസ്സിൽ പാപ്പനംകോട് ഞാൻ കൊണ്ടുവിടാം. അതിൽ നിനക്ക് കയറിയത് കുളങ്ങാവളം നമ്മുടെ വീടിന്റെ വാതിൽ ഇറങ്ങാം. ഒരുപാട് സ്റ്റാൻഡിൽ കയറത്തില്ല, ഒറ്റ പോകാം. ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വന്നതേ ആ ബസ്സിൽ തന്നെ. ആണോ? തിരിച്ച് നമ്മൾ രണ്ടുപേരോട് ആ ബസ്സിൽ കയറി അങ്ങ് പോകും. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നിങ്ങൾ എൻ്റെ കൂടെ വന്നേ പറ്റൂ. നിങ്ങളെ വഴക്ക് കഴിഞ്ഞില്ലേ? ഇല്ല, മിക്കവാറും എന്നെ പെട്ടി കൊണ്ടുപോകുന്ന എല്ലാ ലക്ഷണം കാണുന്നുണ്ട്. അതെ, ഞാൻ ഒരു കാര്യം പറയാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പോകാൻ താല്പര്യമില്ല, ഈ രണ്ടാളും കൂടെ ഇവിടെ നില്ലോ, റോസ്മേരി ഇവിടെ നിന്നോ, നമുക്കതല്ലേ സംഭവം. നമുക്ക് ഒരുമിച്ച് കഴിഞ്ഞങ്ങ് പോകാം. എനിക്ക് 100 വട്ടം സമ്മതം. അയ്യടാ, എന്തൊരു ബൂതി ഇവിടെ അങ്ങ് നിക്കാന്. നാണം ഉണ്ടോ നിങ്ങൾക്ക്? ഭാര്യയും വേണ്ട പിള്ളേരെയും വേണ്ട, ഇവിടെ അങ്ങ് നിക്കാവുന്നു. അവൻ അന്യൊരു വീട്ടിലൊന്നും അല്ലല്ലോ, അവന്റെ ചേട്ടന്റെ വീട്ടിലല്ലേ നിൽക്കണത്. അവിടെ ഒരു വീടില്ലേ? അവിടെ നിന്നാൽ എന്താ? ഉണ്ട്. ഇവിടെ അവൻ ഇച്ചിരി പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉത്തരവാദിത്തമായിട്ട് പൊക്കോണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഉണ്ട് ഉത്തരവാദിത്തമൊക്കെ. എന്തായാലും ഞാൻ ഇങ്ങനെയും കൊണ്ടേ പോകത്തുള്ളൂ. പോടുന്നു. ഇനി അവളെ കയ്യിൽ നിന്ന് മാറ്റി കെട്ടല്ലേ. ഇത് എങ്ങനെയാണ് ഇതിനെയൊക്കെ മാനേജ് ചെയ്യണത്? എല്ലാവരോടും ആലോചിച്ച് കൊണ്ടുവന്ന കല്യാണമില്ലോ. ഞാനല്ല, എൻ്റെ ഭജനോ അമ്മച്ചിയും തന്നെയാണ്. മക്കളെ സുഖമാണോടാ? എത്ര നാളാണ് നീ വീട്ടിലോട്ട് വന്നിട്ട്? എത്ര ആളാണ്? തള്ളയെ കാണാൻ വരണോന്നേ ഇല്ല ഇവന്. വല്ലപ്പോഴും ഒന്ന് വരുന്നതായിരുന്നു ഇവന്. ഇവൻ വന്ന് ഇവന്റെ കൂടെ കൂടെ അതുമില്ല.
ഓരോ തിരക്കല്ലേ കുഞ്ഞമ്മച്ചി, 100 പ്രശ്നങ്ങളല്ലേ. എടാ നിനക്ക് നിലം തൊടാത്ത തിരക്കാന്ന് എനിക്കറിയാം, പക്ഷെ ഇവനെന്തോ തിരക്ക്? ആ പണിയുണ്ടമ്മ, പണി ഇപ്പൊ ഒരുപാട് പണി കാരണം നിന്ന് തിരിയാൻ പറ്റുന്നില്ല. ഇഷ്ടംപോലെ ബൈക്കിന്റെ പണിയുണ്ട്. ആ പണി നിനക്ക് അതൊന്നും അല്ലല്ലോ നിന്നെ പെണ്ണുമ്പിള്ള പറഞ്ഞത്. നീ ഇവിടെ തേരാപാര അടക്കുവാന്നല്ല പറഞ്ഞേക്കുന്നത്, അവിടെ എല്ലാം പറഞ്ഞേക്കുന്നത് എങ്ങനെ ഇവിടെ വന്ന് വായി നോക്കി അടക്കുവാന്ന്. അത് അവള് സ്നേഹം കൊണ്ട് നുണ പറഞ്ഞതാ. സ്നേഹം കൊണ്ട് നുണ പറഞ്ഞു. തങ്കം തങ്കം എന്തി? തങ്കം മറ്റേ നമ്മുടെ ഗിരിജമ്മായി വീണിട്ട് കാല് ചെറുതായിട്ടൊന്ന് തിറമ്പിട്ടെ, അവിടെ 2 ദിവസം അവിടെ ഒന്ന് സഹായിക്കാനായിട്ട് പോയേക്കാം. തള്ളക്ക് വീഴാൻ കണ്ട സമയം. തള്ളയല്ല അമ്മായി, ഗിരിജമ്മായി. എന്തെങ്കിലും ആവട്ടെ. എടാ നിന്റെ പെണ്ണുമ്പള്ള ഉണ്ടല്ലോ മൂദേവി, പിള്ളേരെ അവിടെ ആക്കിയിട്ട് അവിടെ നിന്റെ അവക്കടെ വീട്ടിലങ്ങോട്ട് പോയെന്നു. നേരെ പെടുത്ത് ഞാൻ അവക്കടുത്ത് ചോദിച്ചു നീ എവിടെ പോവാടി, ഞാൻ വന്നിട്ട് പറയാന്നു. യാതൊരു സമയമില്ല. കൊടുക്കണം, നീ പഠിപ്പിച്ചു കൊടുക്ക അവൾക്ക്. അവളിവിടെ ഉണ്ട്. എവിടെ? എവിടെ അല്ല, ഇവിടെ അവിടെ ഉണ്ട്. അവളിവിടെ വന്നു. റോസ്മേരി, റോസ്മേരി, ഓ അമ്മ നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നു. അയ്യോ അമ്മ, എപ്പോ വന്നമ്മച്ചി? എടി ഞാൻ ഇവിടെ സംസാരിക്കുന്ന നീ കേട്ടില്ലേ? ഞാൻ കേട്ടില്ലല്ലോ. അതെ കുഞ്ഞമ്മച്ചി, നമ്മളെ അടുക്കളയിൽ അങ്ങനെ പുറത്തുനിന്നുള്ള ഒന്നും കേൾക്കാൻ പറ്റില്ല. അവിടെ ഭയങ്കര ഇതാണ്, സൗണ്ട് പ്രൂഫാണ്. പിന്നെ ഭയങ്കര ഗോഡാവണില്ലേ അതിനകത്തൊക്കെ പരിപാലല്ലേ? അല്ല, അല്ലെങ്കിൽ പിന്നെ അമ്മച്ചിയുടെ ശബ്ദം കേട്ടിട്ട് ഞാൻ ഓടി വരാതിരിക്കുമോ അമ്മച്ചി? കേട്ടില്ല. അതിരിക്കട്ട് നീ പിള്ളേരെ ഇട്ടിട്ട് നീ നിന്റെ വീട്ടിൽ പോവാന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങോട്ട് തള്ളിക്കൊണ്ടുവന്ന എന്തിനാ? അത് അച്ചാച്ചനെ വിളിച്ചോണ്ട് വരാൻ ഓണമൊക്കെ വരികയല്ലേ, നമ്മുടെ വീട്ടിൽ എല്ലാരും കൂടെ വേണ്ടേ? അയ്യോ അത് വേണം. ഇനി രണ്ടെണ്ണോട് ഒട്ടിയിരുന്നിട്ട് കൊലപാതകം ഉണ്ടാക്കാം അവിടെ പെരുന്നാളാട്ട്. നീ ആ പിള്ളേരെ ഇട്ടിട്ട് തേരാപ്പാര നടന്ന ആ കുഞ്ഞുങ്ങളുടെ താരുണ്ടടി. അയ്യോ അപ്പച്ചനുണ്ടല്ലോ അവിടെ. അപ്പച്ച ഉണ്ട്. അല്ല അമ്മച്ചി എന്താ ഈ ഒട്ടിയിരുന്നിടത്തുനിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നത്? അവിടെ പിള്ളേരുണ്ട്. ഞാൻ എന്റെ കൊച്ചുങ്ങളെ പെരുന്നാൾ വിളിക്കാൻ വന്നതാ. അപ്പൊ അപ്പച്ചന് പിള്ളേരും ഉണ്ട്, പിള്ളേർക്ക് അപ്പച്ചനും ഉണ്ട്. അത് മതി അമ്മച്ചി. അവരവരെ കാര്യങ്ങൾ അതെ. നിനക്കൊക്കെ നിന്റെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെയും തേരാപ്പാര അവിടെ കൊണ്ടിട്ടിട്ട്. അയ്യോ ഞാൻ വന്നതാണ് ഇപ്പൊ കുറ്റം. അപ്പൊ അമ്മച്ചി വന്നതിന് ഒരു കുറ്റവും ഇല്ല. അതിരിക്കട്ടെ, വല്ല ഉണ്ട ഇവിടെ കഴിക്കായി. തമ്പാനും ഇറങ്ങി വിശന്ന് തളന്നില്ല, ഓട്ടയിട്ട് അടിച്ച് വന്നത് എനിക്ക് നടുവേദന എടുക്കുന്നു. ഒന്നും കഴിക്കാനും ഇല്ല. അതെ കുഞ്ഞമ്മച്ചിക്ക് ഇപ്പൊ കഴിക്കണം, അത്രയല്ലേ ഉള്ളൂ. അതിനുള്ള പരിഹാരം ഞാനിവിടെ ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കും? ആ തങ്കക്കൊച്ചുണ്ടായിരുന്നു ഞാൻ കുറ്റം പറയുന്നെങ്കിൽ അവൾ ഇച്ചിരി വായിക്ക് രുചിയായിട്ട് വെച്ച് തന്നേനെ. അല്ല ഞാൻ അങ്ങ് വെച്ച് തരട്ടെ അമ്മച്ചി, എന്റെ കൈയുണ്ട്. നീ വെച്ച് തന്ന് ദിവസം അവിടെ കഴിക്കുന്ന വിഷം പറയാൻ ഇനി ഇവിടെ കൂടെ വന്ന് നീ വിഷം ഉണ്ടാക്കി വെക്കാൻ പോവാ നീ. അതെ അത് ഞാൻ അതിനുള്ള പരിഹാരം ഉണ്ടാക്കാം. കുഞ്ഞമ്മച്ചിക്ക് കഴിക്കാൻ നല്ല ചിക്കൻ കറി ഞാൻ റെഡിയാക്കിയ പോരെ? ഇനി കുഞ്ഞ് നിനക്ക് സമയമൊന്നും ഇല്ല, നിനക്ക് തിരക്കില്ല, നീ ഇനി വെക്കാനൊന്നും പോണ്ട. വേണ്ടെങ്കിൽ വേണ്ട. എടാ ഇച്ചി വെച്ചതിഞ്ഞ് മേടിച്ചാ മതിയടാ ഹോട്ടലിൽ നിന്നാ? അല്ല അത് വേണ്ട കുഞ്ഞമ്മച്ചി, ഇച്ചിരി സമയം പോയാലും കുഴപ്പമില്ല, നമുക്ക് ഇവിടെ വെക്കാം. ഞങ്ങൾ വെച്ച് തരും. കുഞ്ഞമ്മച്ചിക്ക് ഇവിടെ നിന്ന് ഭക്ഷണം വെച്ച് തരും, കഴിപ്പിച്ചിട്ടൊന്നും. എന്നാ ഒരു കാര്യം ചെയ്യും, നീ ആ തിരുമലയിൽ പോയി വലിയ കോഴിയൊന്നും വേണ്ട, ഞാൻ ഗുളി കഴിക്കുന്നില്ല, ഒരു 4-5 കിലോയുടെ ഒരു 2 കാലുള്ള ഒരു കുഞ്ഞു കോഴി അത് മതി. 4-5 കിലോ ഉള്ള ദൂരത്തുള്ള ഒരു ചെറിയ കോഴി, കുഞ്ഞു കോഴി മതിയാടാ. ക്ലീറ്റോണ മേടിക്കുമ്പോഴേ 2 കാല് നോക്കി മേടിക്കണേ. ചുമ്മാ അമ്മച്ചി ദേഷ്യം പിടിപ്പിക്കാൻ 4 കാലുള്ള കോഴി ഒന്നും മേടിച്ചോണ്ട് വന്നേക്കരുത് കേട്ടോ. വന്നേക്കുന്നു. എന്നാ പിന്നെ ഞാനേ കടയിലോട്ടൊക്കെ പോയിട്ട് സാധനം മേടിക്കാൻ. നിങ്ങൾ അമ്മ മോനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കും. ഇരിക്കോക്കളെ. എടാ ഈ പെരുന്നാളിനെങ്കിലും മക്കൾ നേരത്തെ അങ്ങ് വീട്ടിൽ എത്തി. പള്ളിയിലച്ഛനാണെങ്കിൽ എൻ്റെ ദൈവമേ, ഞാൻ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുമ്പോൾ എപ്പോഴും ചോദിപ്പാ ആ ചെറുക്കനെ വരുന്നത്, ആ കുഞ്ഞ് എന്താ വരാത്തേ, നിങ്ങൾ എന്തിനാ ഓടിച്ചു വിട്ടേന്നും പറഞ്ഞുകൊണ്ട്. അത് ഓസിന് അച്ഛനെ എന്റെ കുമ്പസാരം കേൾക്കാൻ വേണ്ടിട്ടാ. പിന്നെ ഓണത്തിന് വരുമ്പോ ഞാൻ കയറി കാണാം. കിടങ്ങിയവരുണ്ടായിരുന്നു. ഞാൻ സാമ്പാർ വെക്കാൻ പോവായിരുന്നു. ആണോ? ഇച്ചിരി ഉപ്പ് വരുമോടി? ഉപ്പാ? എന്തിനാ ഈ സമയത്ത് ഉപ്പ്? ഓ അവിടെ ചിക്കൻ കറി വെക്കാന്. ചിക്കൻ വാങ്ങിച്ചാ? ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി പോയേക്കുന്നു. അമ്മച്ചിക്ക് വന്ന് കയറിയപ്പോ ചിക്കൻ വേണമെന്ന്. അതിന്റെ മക്കള് 2 കൂടെ പോയേക്കുന്നു മേടിക്കാന്. അയ്യോ ഞാൻ ഇവിടുന്ന് ചോറുണ്ടാന്ന് പറഞ്ഞിട്ട് ധൃതിയിട്ട് കറിയൊക്കെ വെക്കുമായിരുന്നു. പക്ഷെ എന്നാ അത് മതിയായിരുന്നു, വെറുതെ എന്നെ ഇട്ട് ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടി. ഇവിടെ ചിക്കനൊന്നും ഇല്ല, സാമ്പാർ. ചിക്കൻ ഇല്ലാതെ ഒരു വറ്റ ഇറങ്ങത്തില്ലല്ലോ. ചിക്കൻ മേടിക്കാൻ പോയപ്പോ ഞാൻ നോക്കുമ്പോ ഒരു സാധനം ഇല്ല അടുക്കളക്കകത്ത്, മസാല ഒന്നും ഇല്ലെന്നേ. പിന്നെ അതെല്ലാം ഞാൻ വിളിച്ചു പറഞ്ഞു, ഉപ്പില്ലാത്തൊരു അടുക്കളയുണ്ടോ കൊച്ചേ? അല്ല എന്നാ പിന്നെ ഇങ്ങോട്ട് വരായിരുന്നില്ല, ഇവിടുന്ന് സാധനങ്ങളൊക്കെ എടുക്കായിരുന്നല്ലോ. അത് അപ്പൊ അവര് പൊയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ നോക്കിയത്. പിന്നെ പോയ വഴിയല്ലേ എല്ലാം മേടിച്ചോണ്ട് വരട്ടെന്ന് വിചാരിച്ചു. സാധനങ്ങളെല്ലാം ഉള്ളതല്ലേ? എവിടെ നീ ഒന്ന് വന്ന് നോക്കിക്കേ, എല്ലാ കുപ്പിയും കാലിയായിട്ടിരിക്കുന്നു. ഉപ്പ് പോലും ഇല്ലാത്ത അടുക്കള. കടുകില്ല, മുളകില്ല, ഉപ്പില്ല, മസാലയില്ല, സവോളയില്ല. അത് പിന്നെ സാധനം തീർന്നെന്ന് ചേച്ചി പറഞ്ഞായിരുന്നു, വാങ്ങിക്കാൻ ഇരിക്കുവായിരുന്നു. പിന്നെ നിങ്ങളൊന്നും വരുമെന്ന് വിചാരിച്ചില്ലല്ലോ. പിന്നെ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങളാണെ സാധനം തീർന്ന അപ്പം തന്നെ നമ്മൾ മേടിക്കും. അങ്ങനെ ഞങ്ങളൊക്കെ ഞങ്ങള് തറവാട്ടിലൊക്കെ അങ്ങനെ തീർന്ന അപ്പം മേടിച്ച്. തങ്കം എന്താ അങ്ങനെ ഒരു ഇതില്ലാതെ? ചേച്ചി അങ്ങനെയൊക്കെ തന്നെ. എന്താന്ന് സാധനമൊക്കെ തീർന്ന അപ്പം തന്നെ ചേച്ചി വാങ്ങിക്കാറുണ്ട്. എന്നാലും ഇങ്ങനൊരു അടുക്കള ഞാനിതുവരെ കണ്ടിട്ടില്ല.
അല്ല നിന്റെ അമ്മായിയമ്മ എവിടെയാടി? പുത്തൂരം വീട്ടിലെ തമ്പുരാട്ടി. കുറ്റം പറയാൻ വേണ്ടി മാത്രം വാതുറക്കുന്ന തമ്പുരാട്ടി. ഒരു വല്ലാത്ത തമ്പുരാട്ടി തന്നെ. ഇങ്ങനെ ഒരു സാധനം. അയ്യോ അമ്മയ്ക്ക് മനസ്സിലായല്ലോ. എൻ്റെ അമ്മയെ കൂടെ കഴിയുന്ന എന്നെ ഒന്ന് സമ്മതിക്കണം. സമ്മതിക്കുന്നു. എന്തായാലും നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു എൻ്റെ പൊന്നു കുഞ്ഞേ. എന്തുപടി വെച്ചേ? ചില ദിവസമൊക്കെ നമ്മൾ എന്തെങ്കിലും ഒന്ന് മറന്നു പോകത്തില്ല. ചിലപ്പോൾ ഇച്ചിരി മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ മേടിക്കാൻ മറന്നു പോയി. അന്ന് അത് മതി. അവിടെ മറക്കുമല്ലേ? അല്ല പറയണം, ഇങ്ങോട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറയണം. വെച്ചോണ്ടിരുന്നാ പോരാ. നല്ലത് പറഞ്ഞു കൊടുക്കും. അതങ്ങനെ ഞാൻ ഒറ്റക്കിടന്ന് ഫൈറ്റ് ചെയ്യണ്ട. എൻ്റെ കൂടെ എൻ്റെ ഭർത്താവ് പോലും ഉണ്ടോ? അങ്ങനെ ഇവിടെ അല്ലേ നിൽക്കുന്നത്. അത് വേറൊരു ഉപ്പല്ലേ വേണ്ടത്? എന്തോ ഉപ്പല്ലേ? അല്ല ഇതിനകത്തില്ലല്ലോ ഉപ്പ്. അല്ല അത് വേറെ പാക്കറ്റ് ഉണ്ട്, ഞാൻ പൊട്ടിച്ചിട്ടോ. ഒരു കഷ്ണം കൂടെ വെക്കട്ടെ കുഞ്ഞമ്മച്ചി? എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് അല്ലേ? എടാ സത്യം പറ, ഇത് നിങ്ങൾ ഉണ്ടാക്കിയതാണോ? പിന്നെ ഞാൻ ഉണ്ടാക്കി, അവൻ സഹായിച്ചു തന്നു. ഞാൻ അരിഞ്ഞു കൊടുത്തു. ആ സത്യം. ആന്ന് അവളുണ്ടാക്കുന്ന അതേ ചവറ് സാധനം. അവള് ഇതിനകത്ത് വേറൊന്നും ചെയ്തില്ല. അവള് കുറച്ചൊന്ന് സവാള അരിഞ്ഞു തന്നു. പിന്നെ ഇച്ചിരി പൊടികളൊക്കെ എടുത്ത് തന്നുള്ളതേ ഉള്ളൂ. ഗ്യാസും കത്തിച്ചു. ഗ്യാസും കത്തിച്ചു. അവളുണ്ടാക്കിയെന്നങ്ങ് പറ. എരിവില്ല, പുളിയില്ല, വെറുതെ കണ്ടത്തുണ്ടം മുറിച്ചിട്ട് കളഞ്ഞു. ഒരു കൈപ്പുണ്യം ഇല്ല, ഒരു കൈപ്പുണ്യം. ഇതങ്ങ് തിന്നുവാ, പുളി കഴിക്കണ്ടായോ? നമുക്ക് ഞാൻ മര്യാദക്ക് പറഞ്ഞില്ല, കടയിൽ പോയി മേടിച്ചോണ്ടായിരുന്നു. കടയിൽ നിന്ന് മേടിച്ചാൽ ചിലപ്പോൾ കുഞ്ഞമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ തന്നെയാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. എടാ ഇത് ഉള്ളി നല്ലപോലെ വഴറ്റി നല്ലപോലെ വെക്കണം. അവക്കത് അവള് വഴട്ടാതെ ചുമ്മാ കണ്ടമണ്ണായിട്ട് ഉണ്ടാക്കി വെച്ച്. റോസേ, റോസ് കഴിക്കുന്നപ്പോ ഞാനിപ്പോൾ കഴിക്കുന്നില്ല, ഞാൻ പിന്നെ കഴിച്ചോളാം. ഒരു കാര്യം ചെയ്യ്, നീ ഇത് കഴിച്ചിട്ട് പിള്ളേരുണ്ട് വീട്ടിൽ, നീ പാവം നോക്ക് വീട്ടിൽ. അല്ല ഞാൻ അച്ചാച്ചനെയും കൊണ്ട് പോയിക്കോളാം അമ്മച്ചി. അച്ചാച്ചനെ കൊണ്ട് പോയി. വന്ന് കയറിയപ്പോ മുതൽ ഞാൻ പറയണ്ടേ എനിക്ക് ഇവിടെ പണിത്തിരക്കാൻ വരാൻ പറ്റത്തില്ലെന്ന്. അത് വെറുതെ പറയുന്ന അമ്മച്ചി, വരാതിരിക്കാനുള്ള അടവാ. അച്ചാച്ചന് പണിയൊന്നുമില്ല. അത് നിനക്ക് എങ്ങനെ അറിയാം? ഇവനെവിടെ പണി തിരക്കില്ല, നീ ഇവനെ കൊണ്ടേ പോത്തോളോ? അല്ല പിന്നെ അമ്മച്ചി ഇങ്ങോട്ട് വരുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ലായിരുന്നല്ലോ. നീ തുള്ളി തടിക്കൊണ്ട് ഇങ്ങോട്ട് വരുവാന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ വെച്ച നിന്റെ വീട്ടിൽ പോയായിരുന്നു നീ. ഞാൻ പിള്ളേരെ അമ്മച്ചി ഏൽപ്പിച്ചിട്ടല്ലേ വന്നത്, പിന്നെ അമ്മച്ചി എന്തിനാ ഇങ്ങോട്ട് വന്നത്? പിള്ളേരെ ഏൽപ്പിച്ചിട്ട് വന്നു. നീ വീട്ടിൽ പോകാൻ നോക്ക്, ഞാൻ തങ്കം വന്നിട്ടേ വരുന്നോളാം. ഇവ എനിക്ക് ഓണം കഴിഞ്ഞിട്ടങ്ങനെ വരട്ടെ. അല്ല ഞാൻ അച്ചാച്ചനെ കൊണ്ടങ്ങ് വരാം, ഞങ്ങൾ ഒരുമിച്ച് പൊയ്ക്കോളാം അമ്മച്ചി. എടി കൊച്ചൻ നിന്റെ അടുത്ത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല ഒരു പെണ്ണേ. നീ ആയിരുന്നല്ലേ ഏട് തരം വെച്ച് കൊടുക്കുന്നത്? എവിടെ പോകാൻ എനിക്കൊരു ഒട്ടി അന്നെ കാര്യം നോക്കത്തില്ല. പ്രായം എത്രയായി? 2 പിള്ളേരായി, കുഞ്ഞുങ്ങളെ നോക്കണമെന്നില്ല. ഒരു തന്ത അവിടെ കിടക്കുന്ന തന്തയെ നോക്കണമെന്നില്ല. ഇവിടെ വന്ന് തിരക്കണ്ട പുറത്തങ്ങ് കയറുക. അല്ല കണ്ണിച്ചോറുകളത്തെ വർത്താനം പറയുന്ന കേട്ടോ, ഒട്ടി നടക്കുന്നത്. ഇങ്ങനെ ഇവിടെ വന്ന് കയറിയിട്ട് വർഷം ഒന്ന് കഴിഞ്ഞ്. ഞാൻ ഇവിടെ പിന്നെ അങ്ങനെ കാണുന്നത്. ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് വരുമോ? അമ്മച്ചി അങ്ങനൊക്കെ പറഞ്ഞാൽ ശരിയാവത്തില്ല, എനിക്ക് അങ്ങനെ പോകാൻ പറ്റത്തില്ല. ആ ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ ഏഴുതിരി കേൾಬೇಕಪ್ಪ, നീ മനെ ಹೋಗಿಪ್ಪ. കണ്ട കന്നഡ തുടങ്ങി. അവര് ಏನು ಕೇಳಲ್ಲಪ್ಪ, നീ ಹೇಳಿದ್ರಿ. അമ്മ റോസ്മേരി ദൊത്തര മത്തമ്മ. ആ പൊട്ടനും കന്നഡ തുടങ്ങിയല്ലോ. ഓ എടി നീ പൂടി വീട്ടില്. നീ എന്താ പറഞ്ഞു? അവൾ എന്റെ ഭാര്യ, അവളൊന്നും പറയില്ലെന്ന്. അങ്ങനായിരുന്നു. ഞാനും വെക്കൂ. അവനറിയാം കന്നഡയൊക്കെ. അവൻ ബോർഡർ താമസിച്ചിട്ടുള്ളത്. ജീവിതത്തിൽ നമ്മളെപ്പോലുള്ളവന്മാർക്ക് ഒരിക്കലും സമാധാനം എന്നുള്ളൊരു സാധനം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യത്തിൽ അമ്മായി വീണ് കാലൊളിക്കിയത് നല്ലതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു. അമ്മയോട് ഇത്ര വിരോധം? എടാ അതല്ല, നമുക്ക് അവിടെ പോയി 2 ദിവസം നിൽക്കുമ്പോൾ ഈ വീട്ടിൽ ഇച്ചിരി സമാധാനം കിട്ടുമല്ലോ. അപ്പോൾ സ്വസ്ഥമായിട്ട് ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞപ്പോൾ മറ്റേ പണ്ടങ്ങാണ്ട് പറയും പോലെ പടയെ പേടിച്ച് പന്തളത്തെ നോക്കുമ്പോൾ പന്തളവും അടൂരും എല്ലാം കൊടുത്താൽ നേരെ ഇങ്ങോട്ട് വന്നു. അല്ലേ? ഒരു രീതിയിലും ഒരു കണക്കിന് ആണുങ്ങൾ ഗൾഫിൽ പോയി കിടക്കണതാണ് നല്ലത്. അവിടെ പോയി ഇച്ചിരി കഷ്ടപ്പെട്ടാലും മനസ്സമാധാനം ഉണ്ടാവും. രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവുമല്ലോ. സത്യ മാസാമാസം ഉള്ളത് അയച്ചു കൊടുത്താൽ മതി, ഈ പ്രശ്നങ്ങളുണ്ടാവും. എന്നാ പിന്നെ നിന്നെ അങ്ങോട്ട് കയറ്റിവിടാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം. ജോണി വിസ അയച്ചു തരാന്ന് പറയുന്നത് നിനക്ക്. അല്ല ഞാൻ പോയ എങ്ങനെ ഇവിടെയുള്ള വണ്ടി പണി ചെയ്യണ്ടേ? ഇവരെന്താ പ്രശ്നം? അവനൊക്കെ അവിടെ പോയി പണിയെടുക്കാമല്ലോ. അത് വേണ്ട. ഇത്ര അറിവുള്ള മച്ചമ്മ എന്തിനാ ഗൾഫിൽ പോയിട്ട് ചാടി പിടിച്ചിങ്ങോട്ട് വന്നത്? ഞാൻ വന്നത് എനിക്ക് വേറെ ഇതൊന്നും കൊണ്ടല്ല, എനിക്ക് മുത്തിനെ കാണാൻ വേണ്ടിയുള്ള ഒരു കൊതിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയല്ല ഞാൻ അവിടെ ജോലി കളഞ്ഞിട്ട്. കനാമച്ച പേദലല്ലേ പറഞ്ഞത്? ഇതെന്ന് തങ്കം ചേട്ടത്തി പിരിഞ്ഞിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പ്രേമമൂത്ത് കയറി വന്നല്ലേ പറഞ്ഞേ? അതിന് അങ്ങനെ അങ്ങ് ഇരുന്നോട്ടെ, അത് മാറ്റണ്ട. എവിടെയൊക്കെ കാണാൻ വേണ്ടി എന്തോന്ന് ഇരിക്കാൻ. ഇനി അത് മാറ്റി പറഞ്ഞാൽ ഇനി അതിൻ്റെ പേരിൽ ഒരു വഴക്കുണ്ടാവേണ്ട വെച്ചിട്ട് ഞാൻ പിന്നെ അത് സമ്മതിച്ചത്. സത്യത്തിൽ കൊച്ചിനെ പിള്ളേരെ കാണാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ നമുക്ക്. നിനക്കാണ് പിന്നെ ആ പ്രശ്നമുള്ളൂ. നീ ഇവിടെ തന്നെ അല്ലേ, പിള്ളേരെയും കാണാനല്ല, വീഡിയോ കോളിലൂടെ കാണാനല്ല. പിള്ളേരെ കാണാതെ ഞാൻ ഇവിടെ വന്നിരിക്കുന്നതിന്റെ കാര്യം എന്തിനാണ്?
ഇവറ്റകളുടെ നിമിഷ നേരം വഴക്കാണ്. ചോറ് മേടിച്ചാൽ കുഴപ്പം, ചോറ് വെച്ചില്ലേ കുഴപ്പം, മീൻ മേടിച്ചാൽ കുഴപ്പം, മീൻ കറി വെച്ചില്ലേ കുഴപ്പം, ചിക്കൻ മേടിച്ചാൽ കുഴപ്പം, ഫ്രൈ ചെയ്താൽ കുഴപ്പം, ഓരോ ഊച്ച് കാര്യങ്ങൾക്ക് വരെ അടി 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 അടി. ഇതാണ് ഞാൻ പറഞ്ഞത്. നീ ഗൾഫിൽ കിടന്ന ഇവിടെ ചിക്കൻ വാങ്ങിച്ചാന്നറിയോ, മീൻ വാങ്ങിച്ചാന്നറിയോ, വാങ്ങിച്ചില്ലെന്നറിയോ ഒന്നും അറിയില്ലല്ലോ. നീ പോണോ? പറയല്ലേ, പറഞ്ഞേട്ട രണ്ടെണ്ണോട് ഇനിയും ഒറ്റക്കാലം എന്നോട് എന്നെ ഗൾഫിലോട്ട് കയറ്റി വിടും. ഇതിനൊരു പരിഹാരം പറ. ഞാനിപ്പോൾ അനുഭവിക്കുന്ന ടെൻഷൻ, ഞാനെന്തോ എൻ്റെ ബീപ്പ് ഉച്ചസ്ഥായി നിൽക്കും, അറിയാമോ? നിന്നോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, പെട്രോളും തീപ്പെട്ടിയും അടുത്തിരിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് സിഗരറ്റ് വലിക്കരുത്. എന്റെ ലൂർന്ന് മാതാവാണ് ഞാൻ വലി നിർത്തിട്ട് 6 മാസമായി. മറ്റും എന്ത് വർത്താനം പറയുന്നത്? ഓ ഒലക്കട മൂട്. എടാ എന്തെങ്കിലും പറയണം, മനസ്സിലാക്ക്. ഞാൻ പറഞ്ഞതേ, നിന്റെ ഭാര്യയും അമ്മയും അവർ തമ്മിൽ സംസാരിക്കണതിൻ്റെ ഇടയിൽ നീ പോയി സംസാരിക്കരുത്. അങ്ങനെ സംസാരിക്കുമ്പോൾ പ്രശ്നം വഷളാവണത്. അത് കേൾക്കാത്തവര് നീ ചെവി പഞ്ഞി വെച്ചിട്ട് നേരെ ഇങ്ങോട്ട് ഇറങ്ങി പൊക്കോളണം. ആ സാധാരണ അങ്ങനെ ഇപ്പൊ കഴിച്ചോണ്ടിരുന്നപ്പോ സംസാരിച്ചിട്ട് ഞാനൊന്നും മിണ്ടാത്തൊന്നുണ്ടാ. വെറുതെ നമ്മൾ മിണ്ടരുത്. അവിടെ നമ്മൾ മിണ്ടാപ്രാണിയെ പോലെ ഇവിടെ പോയി കിടക്കുന്നു. ഇവിടെ കുത്തിരുന്ന് രണ്ടെണ്ണോട് എന്തൊരു വർത്താനം പറഞ്ഞോണ്ടിരിക്കുക. എത്ര നേരം കൊണ്ട് നോക്കുന്നത് രണ്ടെണ്ണത്തിനെയും. മക്കളെ ഇച്ച് കടിക്കാൻ എന്തെങ്കിലും മേടിച്ചോണ്ട് വേണം. ചൂട് വെള്ളം ഇട്ട് വെച്ചേക്കുന്നു. ഞാനേ ഇവിടെ ഒരു കടയുണ്ട്, അവിടെ വരെ പോയി നോക്കാം. ഞാൻ വിചാരിച്ചു നിങ്ങളുടെ കൂടെ പോയി കാണുമെന്ന്. അതാ ലേറ്റ് ആവുന്നേന്ന് വിചാരിച്ചു. ഇവിടെ അങ്ങ് കണ്ടതുമില്ല. എന്തൊരു വർത്താനം പറയൂ ആ കുത്തിയിരുന്ന കണ്ടന്റെ അല്ലേ. ഞങ്ങള് കുറെ പാർട്ടി പരിപാടികളും അവന്റെ പണിയിടതും അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് കൊടുങ്ങാവിളയൊക്കെ പോണമല്ലോ ഓണത്തിനോടനുബന്ധിച്ച്. അതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ചർച്ച കുറച്ച് മക്കളെ കടിക്കാൻ കൊണ്ടുപോവാ. നീ വരണം. ഞാൻ വരുന്നു. അവനോടെ കൊണ്ടുപോകും. പൈസ ഉണ്ടല്ലോ കയ്യിൽ? നീ എൻ്റെ എന്തോ ഡെപ്പോസിറ്റ് ചെയ്തേക്കണമെന്നാണല്ലോ നിന്റെ ഭാര്യ എടുത്ത് പറഞ്ഞേക്കണം. കയറി വരുമോ എന്തോ ഇനി. ആ തൈരോളം മൊത്തം 6 രൂപ. മക്കളെ, ഇത് കൊടുങ്ങാമ്പളല്ല, പാങ്ങോടാ. ശത്രുക്കളെ വെടിവിച്ച് വീഴ്ത്തുന്ന സ്ഥലം. കൊടുങ്ങാമളെ കളരിത്തറയുള്ള ആശാമാരുടെ കേന്ദ്രം. ചെന്ന് കേറി കൊടുത്താലുണ്ടല്ലേ അരിഞ്ഞു കളയും. ഒരൊറ്റ വെടിക്ക് ചിന്തി ചെതറിപ്പോവും മക്കളെ. എനിക്ക് ചൊറി കേറി വരുന്ന ഇവരുടെ വർത്താനം കേട്ടിട്ട്. എങ്ങനെയുണ്ട്? കൊള്ളാടാ. വെളിച്ചെണ്ണ വറുത്ത സാധനമാണ്. കൊച്ചും കൊടുത്തോടാ. ഒരു പാക്കറ്റ് അങ്ങനെ കൊടുത്തിട്ടല്ലേ ഇതൊക്കെ കൊണ്ടുകൊണ്ടുവന്നേ. അതിരിക്കട്ടെ, കട്ടിക്ക് അവിടെ ഒന്നും കടിക്കായില്ലോടാ. നമ്മുടെ സുലുവിന്റെ വീട്ടിൽ നല്ല കടിക്കുന്ന ഒരു പട്ടിയുണ്ട്. അവന്റെ ഒരു തമാശ. എണ്ണ പലഹാരം വല്ല മേടിച്ചോണ്ട് വാടാ. കുഞ്ഞമ്മച്ചിക്ക് കട്ടിക്ക് കടിക്കണമെങ്കിൽ ഇന്ന ഇതൊരു 5 എണ്ണം അടുക്കി വെച്ചിട്ട് കട്ടിക്ക് കടിക്കും. നല്ല ടേസ്റ്റ് അല്ലേ? എണ്ണ പലഹാരം വാങ്ങിക്കാൻ തന്നെ പോയത്. അപ്പൊ അവിടെ ചെന്നപ്പോ നമ്മൾ ആ കട അടച്ചേക്കണ്. അവര് തമിഴ്നാട്ടുകാരാ. ഞാനിട്ട് വന്നപ്പോഴേ കണ്ടാ മൂത്തടച്ചേക്കുന്നുണ്ട്. എന്തുവാടാ അവിടെ? അല്ല, അവര് തമിഴ്നാട്ടിലെ അവരെന്തോ പൊങ്കല എന്തോ ഉത്സവം എന്തൊക്കെ ആയിട്ട് അവരങ്ങോട്ട് പോയി. ഇന്ന് അടച്ചിട്ട് പോയി. ഇല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് നല്ല ഉഴുന്നുവടയും പരിപ്പ് വടയൊക്കെ ഉണ്ട്. അത് മേടിച്ചുകൊണ്ട് തന്നെ എന്തായാലും ഇവിടെ ഉണ്ടല്ലോ. എത്ര നാളെ എന്റെ കുഞ്ഞ് എനിക്ക് തന്നിട്ടത്. എന്തെങ്കിലുമൊക്കെ പറയുന്നതിൽ ഇവന് സ്നേഹം ഉണ്ടടാ. ഇവന് ആര് കഴിയാ ഇത് അമ്മമാരും മക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് സ്നേഹമില്ലാതെ പറയണതാണ്. അല്ലല്ല, സത്യം പറഞ്ഞ എന്റെ കുഞ്ഞിനെ ഞാൻ എങ്ങും വിട്ടിട്ടില്ല. ഇവിടെ ആകുമ്പോ എനിക്ക് സമാധാനം ഉണ്ട്. അതുകൊണ്ടെന്താ വേഗം മുതലെടുക്കുമല്ലേ. പെറ്റ തള്ളയും കാണണ്ട, ആരെയും കാണണ്ട. ഞാൻ ഇവിടെ നന്നാകാനുള്ള പാഠങ്ങൾ പഠിച്ചോണ്ടിരിക്കില്ല മച്ചി. നന്നാവാ ഉള്ളതാണ്. നിന്നെ കാണുമ്പോഴേ അറിയാം നന്നായിക്കൊണ്ടിരിക്കുക നീ. മക്കളെ എന്തോ പെരുന്നാളിന് വരണേ എല്ലാരും ഇവിടെ. ഓ പിന്നെ എന്റെ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല. ഏട്ടനോട് ചോദിച്ചിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. ചോദിക്കാതെ പറയാൻ പറ്റുമോ? അപ്പൊ എപ്പാടി വരുന്നത്? 2 ദിവസം കഴിഞ്ഞ് വരുമെന്നൊക്കെ പറഞ്ഞത്. ഇനി അന്വേഷണം പൂർത്തിയായില്ലെങ്കിൽ ഇനി അങ്ങ് നീളും. എന്തായാലും എല്ലാവരും അങ്ങ് വന്നേക്കണം. ഉള്ള ആരും ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ വന്ന കുഞ്ഞുങ്ങളെ കൊണ്ടു. ഞങ്ങൾ വരും എന്തായാലും. ഇനി ഏട്ടന് വരാൻ പറ്റില്ലെങ്കിൽ ഞാനും പിള്ളേരും കൂടെ എങ്കിലും വരും. എന്നെ ക്ഷണിക്കണില്ലേ? നിന്നെ എന്തിനാടാ ക്ഷണിക്കുന്നേ? നീ എന്തായാലും അവിടെ സജീവമാവൂന്ന് അറിയാം. ഞാനും തങ്കവും പിള്ളേരും തലേ ദിവസമേ അവിടെ എത്തും. പക്ഷെ ചെലവ് മുഴുവനും കുഞ്ഞമ്മച്ചി നോക്കിക്കോളാം. എന്റെ പൊന്ന മക്കൾക്ക് ഞാനല്ലാതെ പിന്നെ ആരാടാ ചെലവാക്കുന്നത്? എന്റെ മക്കൾക്ക് ആണ്ടിലൊരിക്കൽ വരുന്ന ഒരു പെരുന്നാള് മക്കളെ. റോസ്റ്റ് എന്തായാലും മിണ്ടാത്ത മിണ്ടാത്തത് ഇവനെ കൊണ്ട് തള്ളിക്കൊണ്ട് അങ്ങോട്ട് പോവാത്തന്റെ വിഷമം. നീ പിരിപ്പൊക്കല്ലേ? മതി മതി, ചായ കുടിച്ചേ. കുടി കുടി കുടി. എന്തെങ്കിലും ഒന്ന് പറയുമ്പോ കേറ്റി വെച്ചൊക്കെ നോട്ടവാ തള്ളയെടുത്ത്. നീ പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ കീഴോ ഞാൻ പറയുന്നില്ല. 4 പറ കുഞ്ഞമ്മച്ചി ഇത് കഴിക്കാൻ കുടിക്കും. 4 പറ മുമ്പിൽ അവൾ എന്നെ പിരിവ് പൊക്കി ഒരു ദീർഘിച്ചൊരു നോട്ടം. ഉറങ്ങുവാണോ? അല്ല, ഉറങ്ങിയില്ല. ഉറങ്ങാനായിട്ട് അങ്ങോട്ട് പിടിക്കണതേ ഉള്ളൂ. പിടിക്കണം. അമ്മ ക്ഷീണം വല്ലതും ഉണ്ടോ? ക്ഷീണം, പ്രായത്തിന്റെ ഒരു ചെറിയ ക്ഷീണമുണ്ട്. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? നോക്കളെ, ഞാൻ കുടിച്ചിട്ട് ഇപ്പം ഇങ്ങോട്ടൊന്ന് കിടന്നതേ. അമ്മ താഴോട്ടൊന്നും കണ്ടേ ഇല്ലല്ലോ.
നിന്റെ അമ്മായിയമ്മ ഉണ്ടല്ലോ ആ കന്നഡക്കാരി, അവളെ കാണുന്നതേ എനിക്ക് കലിയാണ്. എനിക്ക് ഇങ്ങനൊരു കുറ്റം പറയുന്ന ഒരു തള്ള ഏത് സമയം അങ്ങ് കുറ്റം പറയും. ഏത് സമയം അങ്ങ് കുറ്റം പറഞ്ഞോണ്ടിരുന്നാ മതിയല്ലോ. അവളെ വിചാരം അവൾ ഇങ്ങനെ അങ്ങ് പ്രത്യക്ഷപ്പെട്ടത്. അതെ. ഇപ്പൊ അമ്മ അങ്ങോട്ട് വരണ്ടായിരുന്നു. എന്ത് അടുത്ത ചർച്ചയൊന്ന് കേക്കണം. എന്തോന്ന് ചർച്ച? എന്റെ അമ്മ സ്വത്ത് വീതം വെക്കുന്ന ചർച്ചയാ അവിടെ നടക്കുന്നേ. എവിടുത്തെ സ്വത്ത്? ഇവിടുത്തെ ആ എന്റെ സ്വത്ത് വീതം വയ്ക്കാൻ അവക്ക് എന്താ അധികാരം പറയാൻ? അത് ചോദിക്കണം എന്ന് പലതവണ എനിക്ക് നാക്ക് പൊങ്ങിയതാ. പിന്നെ ഞാൻ അങ്ങ് അടങ്ങി. ഞാൻ അടങ്ങൂല. അമ്മ ഇത് കേക്കമ്മേ. ഈ ലില്ലിപ്പെണ്ണിനെയും ക്ലീറ്റോണനെയും പിടിച്ചിരുത്തിക്കൊണ്ടേ ഇവിടുത്തെ സ്വത്തൊക്കെ വീതം വെച്ചിട്ട് അങ്ങ് എന്തോ കനകണ്ണനും തങ്കച്ചേച്ചിയും കൂടെ വന്നു കഴിഞ്ഞ് കൊടങ്ങാവളക്ക് കൊണ്ടുപോകാനുള്ള പ്ലാനാണ്. ഇത് സ്വത്തെല്ലാം കൂടെ അങ്ങ് കൊണ്ടുപോകണം. എന്റെ കൊച്ചുങ്ങളെയും കൊണ്ടുപോകുന്നു. എന്റെ കൊച്ചുങ്ങളെ ഞാൻ ആറ്റുനോറ്റ് വളർത്തിയ എന്റെ മക്കളെയും കൊണ്ട് കൊടുങ്ങാവളയിൽ പോകാൻ അവക്ക് എന്ത് അധികാരം? ഞാൻ ഇന്ന് അവളെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കും. കെട്ടുകെട്ടിക്കും.